വളരെ ഗൗരവതരമായിട്ടുള്ള വിഷയങ്ങൾ അഭിമുഖീകരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കുട്ടികളെ സംബന്ധിച്ച് അങ്ങേയറ്റം ആശങ്ക നമുക്ക് എല്ലാവർക്കും ഉണ്ട്, എനിക്കും പ്രത്യേകിച്ചുണ്ട്. കാരണം കുട്ടികളുടെ മേഖലയിൽ ഞാൻ ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്, ഇപ്പോഴും ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഏതാനും വർഷങ്ങളുടെ തന്നെ വലിയ മാറ്റമാണ് ഇപ്പൊ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഒരു വിഷയത്തില് മാതാപിതാക്കൾക്ക് തന്നെയാണ് ഏറ്റവും ഉയർന്ന പങ്കെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സമൂഹം അതുപോലെ മാറിയിട്ടുണ്ട്. കാലഘട്ടത്തിന്റെ ഇലക്ട്രോണിക് മീഡിയ, മറ്റ് പല ആധുനിക സംവിധാനങ്ങൾ, ഇതെല്ലാം മാറ്റത്തിന് വിധേയമായിക്കൊണ്ട് വളരെ വേഗത്തിൽ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും മാതാപിതാക്കൾക്ക്, അധ്യാപകർക്ക് അവനവന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒരിക്കലും ഒഴിഞ്ഞു മാറുവാനായിട്ട് സാധിക്കില്ല. ഈ മകൻ ലഹരി ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ മകനെ വിട്, നമുക്ക് കേരളത്തിന്റെ പൊതുസമൂഹത്തെ എടുക്കാം. ലഹരി ഇന്ന് എല്ലാ മുക്കിലും മൂലയിലും എല്ലാ തലങ്ങളിലും എത്താൻ പാകത്തിന് സജ്ജമായിരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതുക മാത്രമല്ല, ഒരുപാട് കണക്കുകളും പല കേസുകളും തെളിയിക്കുന്നതും അത് തന്നെയാണ്. അത് പലതരത്തിൽ, സ്റ്റാമ്പ് രൂപത്തിൽ, ചെറിയ പൊടി രൂപത്തിൽ, ഗുളിക രൂപത്തിൽ, മണക്കുന്ന മറ്റു വസ്തുക്കളുടെ ആയിട്ട്, ഇതൊന്നും ആരും അറിയില്ല. അപ്പൊ അത്തരത്തിൽ ഇത് സമൂഹത്തിന്റെ അടിത്തട്ടിൽ പോലും കൂടെ, ഗ്രാമപ്രദേശങ്ങളിൽ പോലും കൂടെ വളരെ സുലഭമായി ലഭിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുത. അവിടെ ഉണർന്നു പ്രവർത്തിക്കേണ്ട ഭരണകൂടം, മറ്റ് സംവിധാനങ്ങൾ കുറെയെങ്കിലുമൊക്കെ പരാജയം സംഭവിച്ചേ മതിയാകൂ. മറ്റൊന്ന്, ഇനി പുറമെ എന്ത് നടക്കട്ടെ, എൻ്റെ കുഞ്ഞിന് എന്ത് നടക്കുന്നു എന്ന് അറിയേണ്ടത് ആദ്യമായിട്ട് സ്വന്തം അമ്മയും അച്ഛനുമാണ്. ഈ അമ്മയും അച്ഛനും, അല്ലെങ്കിൽ ഈ കുട്ടിയുമായിട്ടുള്ള മാതാപിതാക്കളുടെ ഒരു നല്ല കണക്ഷൻ, ഒരു ബന്ധം, അത് എന്ന് ശിഥിലമായി തുടങ്ങുന്നോ അന്ന് നമ്മൾക്ക് ഒരിക്കലും ഈ കുട്ടികളെ നമുക്ക് നല്ല രീതിയിലൂടെ നമുക്ക് കിട്ടുകയില്ല. ഇത്തരത്തിലുള്ള പ്രവണതകളും ഇത്തരത്തിലുള്ള സംഭവങ്ങളും ഇനിയും നമ്മുടെ സമൂഹത്തിൽ ആവർത്തിക്കുകയേ ഉള്ളൂ. ഞാൻ എപ്പോഴും പൊതുവേദികളിലൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, മാതാപിതാക്കൾ ടാങ്കാണ്, കുട്ടികളാണ് ടാപ്പ്. ടാങ്കിലുള്ളതേ ടാപ്പിൽ വരുള്ളൂ എന്ന് പറഞ്ഞ് മാതാപിതാക്കളെ പൂർണ്ണമായിട്ട് ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. നമ്മൾ എക്യുപ്ഡ് ആവണം. ഇന്ന് ഏറ്റവും അധികം ഒരു ശ്രദ്ധ വേണ്ട ഒരു മേഖലയാണ് പാരന്റിങ്. കാരണം പ്രത്യേകിച്ച് അമ്മമാര് എന്നൊക്കെ 9 മാസത്തോളം, അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങളോ 9 മാസവും കുഞ്ഞ് വയറ്റിൽ കിടക്കുന്ന ഒരു സമയത്ത്, ഈ കുഞ്ഞ് ഉദരത്തിലായിരിക്കുന്ന സമയത്ത് അമ്മയുടെ ചിന്തകൾ പോലും ആ കുഞ്ഞിനെ നന്നായി ബാധിക്കുന്നുണ്ടെന്നുള്ളത് ശാസ്ത്രം തന്നെ തെളിയിച്ചിട്ടുള്ള വസ്തുതകളാണ്. മനഃശാസ്ത്രം അതിൽ പഠനങ്ങൾ നടത്തി തെളിയിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ അമ്മയോട് ഏറ്റവും അടുത്തിരിക്കുക, അമ്മയ്ക്കെങ്കിലും ആ കുഞ്ഞുമായിട്ട് നിരന്തരമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനും എന്ത് സംഭവിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവും അമ്മയ്ക്കില്ലാതെ പോയാൽ നമുക്ക് ആ കുഞ്ഞിനെ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ഒന്നാമത്തെ കാര്യം, അതിനുള്ള സാഹചര്യം അത് അമ്മയ്ക്കാണെങ്കിൽ അമ്മ, പണ്ട് APJ അബ്ദുൽ കലാം പറഞ്ഞ് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ഇഫ് മദർ സ്മൈൽസ് ചിൽഡ്രൻ സ്മൈൽ, ചിൽഡ്രൻ സ്മൈൽ ഫാമിലി സ്മൈൽ, ഫാമിലി സ്മൈൽ സൊസൈറ്റി സ്മൈൽ, ആൻഡ് ഇഫ് സൊസൈറ്റി സ്മൈൽസ് ഇൻ ദ സെൻസ് ദ നേഷൻ വിൽ സ്മൈൽ. എവിടെയാണ് നമുക്ക് നഷ്ടം വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഇപ്പം അറിയാം. അപ്പൊ മാതാപിതാക്കള്, അച്ഛനായാലും അമ്മയായാലും കുട്ടികളോട് മാക്സിമം ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യണം. അവരുടെ കാലഘട്ടത്തിനൊത്ത സാങ്കേതിക വിദ്യകൾ നമ്മളും കുറെയൊക്കെ സ്വായത്തമാക്കേണ്ടതാണ്. ഇത് പലപ്പോഴും മൊബൈൽ ഫോണിന്റെ പല ടെക്നിക്കുകളും ഞാനടക്കമുള്ളവര് പഠിച്ചെടുക്കുന്നത് 3 വയസ്സുള്ള 4 വയസ്സുള്ള കുട്ടികളിൽ നിന്നാണ്. ആ ഒരു രീതിയൊക്കെ നമ്മൾ മാറേണ്ടതുണ്ട്. ഇനി അങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ അവൻ എവിടെ പോകുന്നു, എന്ത് കാണുന്നു, ഏതാണ് അവന്റെ കൂട്ടുകാര്, എങ്ങനെയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ വിപത്തുകൾ ഇനിയും നമ്മുടെ സമൂഹത്തിൽ കൂടുകയുള്ളൂ. മറ്റൊരു കാര്യം ഞാൻ ചോദിക്കുന്നത്, നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ കുട്ടികളെ പണ്ടത്തെ പോലെ കുട്ടികൾ സ്കൂളിൽ പോയി പാഠപുസ്തകം പഠിച്ചിട്ട് വരുന്ന അവസ്ഥയല്ല. ഇന്ന് നമ്മൾ എല്ലാവിധ ആക്ടിവിറ്റീസിലും കുട്ടികളെ ഇൻവോൾവ് ചെയ്യിക്കുന്ന സാഹചര്യമുണ്ട്. അവർ ചിലപ്പോൾ മ്യൂസിക് പഠിക്കാൻ പോകുന്നുണ്ട്, കായികമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ പോകുന്ന അവസ്ഥയുണ്ട്. എന്ന് വെച്ചാൽ കുട്ടികളുടെ മേഖല ഒരുപാട് വാസ്റ്റായ അവസ്ഥയുണ്ട്. മറ്റൊരു കാര്യം, നമ്മുടെ ഇന്നത്തെ മാതാപിതാക്കളെ നമുക്കറിയാം, ഇന്ന് അപ്പനും അമ്മയും ജോലി ചെയ്താൽ മാത്രമേ ഇന്ന് കുടുംബം മുന്നോട്ട് പോകുന്ന അവസ്ഥയുള്ളൂ. കാരണം ജീവിത ചെലവ് ഒരുപാട് കൂടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അപ്പനും അമ്മയും ഒരുപോലെ ജോലി ചെയ്താൽ, പലപ്പോഴും ചിലർക്ക് നൈറ്റ് ആയിരിക്കും, ഹസ്ബൻഡിന് ഡേയിലായിരിക്കും, അങ്ങനെയുള്ള ഒരു വലിയ പ്രഷർ കൂടി ഇന്ന് ഫാമിലിക്ക് ചുമക്കുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ കുട്ടികളുടെ മുകളിൽ നിന്നും കണ്ണുകൾ മാറാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യവുമുണ്ട് നമ്മുടെ സംസ്ഥാന എന്ന് വെച്ചാൽ. അപ്പോഴാണ് ഒരു പക്ഷേ നമ്മുടെ സമൂഹവും നമ്മുടെ സർക്കാരും ഗവൺമെൻറ്റും എല്ലാം എത്രത്തോളം ഇൻവോൾവ്ഡ് ആകേണ്ട ഒരു അവസ്ഥയുണ്ട് എന്നുള്ള ഒരു അവസരം, ഒരു കാര്യത്തിലേക്ക് എത്തേണ്ട സാഹചര്യമുള്ളൂ. അപ്പോൾ
ഇതുപോലെ മയക്കുമരുന്ന് പടർന്ന് പിടിച്ച് എല്ലാ മേഖലകളിലും പടർന്ന് പിടിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം കുട്ടികളെ നമുക്ക് കെയർ ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ചോദ്യം കൂടി നിലനിൽക്കുന്നില്ലേ? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഈ മാതാപിതാക്കളുടെ ജോലി എന്തോ ആകട്ടെ, അവര് ജോലി ചെയ്യണം. ഇന്നത്തെ കാലത്തില് അതൊക്കെ വളരെ ആവശ്യമുള്ള കാര്യമാണ്. ചെലവുകൾ നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോഴും എന്റെ കുഞ്ഞിന്റെ കൺട്രോൾ എന്റെ കയ്യിൽ ഇല്ലെങ്കിൽ ഞാൻ ആരോട് ഉത്തരം പറയണം? എനിക്കൊരു കുഞ്ഞിനെ ദൈവം തന്നു, അതിനെ വളർത്താനുള്ള ഒരു കൃപ എനിക്ക് തന്നു. ഞാൻ അതിനെ കുഞ്ഞിനെ വളർത്തുക എന്ന് പറഞ്ഞ ഒരു ഉത്തമ പൗരനായിട്ട് സമൂഹത്തിനെ ആ കുഞ്ഞിനെ വാർത്തെടുക്കുക എന്നുള്ളത് ഓരോ മാതാവിന്റെയും പിതാവിന്റെയും കടമ തന്നെയാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞു പറയാൻ അവർക്ക് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അവരുടേതായിട്ടുള്ള സ്വാർത്ഥപരമായിട്ടുള്ള പല കാര്യങ്ങളും, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ അഡിക്ഷൻ, അച്ഛനായാലും അമ്മയ്ക്കായാലും, കുട്ടി എന്തെങ്കിലും വന്ന് ചോദിച്ചാലോ സംശയങ്ങൾ ചോദിച്ചാലോ അത് അതിനെ ഒന്ന് വേണ്ട രീതിയിൽ തിരുത്താനോ ഒന്നും അമ്മയ്ക്ക് സമയമില്ല, അല്ലെങ്കിൽ അച്ഛന് സമയമില്ല, അവനെ കേൾക്കാൻ ആരുമില്ല. അതാണ് മെയിൻ പ്രശ്നം. അപ്പൊ അതിനെ ഒന്ന് നമ്മൾ അതിന് സമയം കണ്ടെത്തിയേ പറ്റൂ. അത് വേറെ ആരെങ്കിലും കൊണ്ടുത്തരുവോ? ഇല്ല. അപ്പൊ സമൂഹം എത്രത്തോളം മാറിക്കൊള്ളട്ടെ. അതുകൊണ്ട് തന്നെ കണ്ണും കാതും മറ്റെല്ലാ പിന്നെ നമ്മുടെ സെൻസ് ഓർഗൻസും നമ്മൾ വളരെ ശ്രദ്ധയോട് പിടിച്ചുകൊണ്ട് തന്നെ ഒരു സിക്സ്ത് സെൻസോട് കൂടി തന്നെ കുഞ്ഞുങ്ങളുടെ മേലെ നമ്മൾ ഇടപെടേണ്ട ആവശ്യം അത്യാവശ്യമാണത്. അത് ഇല്ലാതെ പറ്റില്ല എന്തായാലും. നമുക്ക് അതിന് എന്ത് കാരണം പറഞ്ഞാലും ന്യായീകരിക്കാൻ പറ്റുമോ? ഇല്ല. എന്റെ കൊച്ചു തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ അതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കണ്ടേ? എന്തുകൊണ്ട് എന്റെ കുഞ്ഞ് ഇതുപോലെ വഴിതെറ്റിപ്പോയെന്നുള്ളത്, ഇത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കില്ല ഈ കുട്ടി 3 ലക്ഷം എടുത്തുകൊണ്ട് പോയി ഈ അനിയത്തിക്ക്. അതിൻ്റെതായ സീരിയസ്നെസ് ഞാൻ ആ കുഞ്ഞിനെ കുറ്റം പറയില്ല ഒരിക്കലും. ആ കുട്ടിക്ക് 12 വയസ്സുള്ള കുട്ടിക്ക് ഇതിന്റെ സീരിയസ്നെസ്സോ ഈ കാര്യങ്ങളോ അറിയില്ല. ഇവനെ ആരെങ്കിലും അത് പ്രേരിപ്പിച്ചിട്ടുണ്ടാകാം. അവനത് എടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് കിട്ടിയ ഒരു വൈകാരികമായിട്ടുള്ള സന്തോഷങ്ങളെല്ലാം സ്വന്തം അനുജത്തിക്ക് മോൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അതായിരിക്കും ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. മിക്കവാറും കലാലയങ്ങളിലും ഇതുപോലെ തന്നെ വീടിന്റെ പരിസരത്തൊക്കെ സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പൊ കുട്ടികൾ എവിടെ പോകുന്നു, അവന്റെ കൂട്ടുകാരൊക്കെ, അവൻ എന്നും എന്ത് ചെയ്യുന്നു എന്നുള്ളത് സെൻസ് ചെയ്യാനുള്ള ഒരു കഴിവ്, ഒരു പ്രത്യേക കഴിവ് അമ്മ അല്ലെങ്കിൽ അച്ഛൻ അത് നേടി, ഈ രണ്ടിൽ ഒരാളെങ്കിലും, രണ്ടുപേരും വേണ്ടതാണെന്ന് നമ്മൾ പറഞ്ഞാലും രണ്ടിൽ ഒരാളെങ്കിലും അത് നേടിയെടുക്കാതിരുന്നാല് നമുക്ക് വേറെ ആരെയും കുറ്റം പറയാൻ പറ്റില്ല ഇക്കാര്യത്തിൽ. ഞാൻ അതിൽ 100% അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. മറ്റ് ഘടകങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷെ ഫസ്റ്റ് പ്രിഫറൻസ് കുട്ടികൾ. മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, മാതാപിതാക്കളിലും കുട്ടികളിലും ഇനി കൂടി വന്നാൽ നമ്മുടെ അധ്യാപകരിലും ഇല്ലാത്ത ഒരു നന്മയും ഒരു കുട്ടിയിൽ നിന്നും ആരും ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. ഇന്ന് നമുക്ക് വിദ്യാലയത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട കുട്ടീനെ കൊലപാതകത്തിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ വളരെ സംഭവങ്ങൾ നമ്മൾ കാണുന്നതാണ്. ചെറുപ്പക്കാര് ഭയങ്കര ആക്രമണകാരികളായിട്ട് മാറുന്നതും മറ്റുള്ളവരെ കൊല്ലാനൊന്നും യാതൊരു മടിയുമില്ലാത്ത രീതിയിൽ പോകുന്ന നമ്മൾ കാണുന്നതാണ്. ഒരുപാട് വിഷയങ്ങൾ അവിടെ നിൽക്കട്ടെ, പക്ഷെ ഒരിക്കലും മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഈ ഉത്തരവാദിത്തത്തിൽ നമുക്ക് ഒഴിഞ്ഞു പോകാൻ പറ്റില്ല. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാലും ഒരുപക്ഷെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു കുട്ടിയായിരിക്കാം സ്കൂളിലേക്ക് ചെല്ലുന്നത്. ഗാർഹിക പീഡനങ്ങളും മദ്യപാനവും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കും എല്ലാം ചെന്ന് കഴിഞ്ഞ് അവൻ അവിടെ ആരുമില്ല. അപ്പോൾ ആ കുഞ്ഞ് സ്കൂളിലേക്ക് ചെല്ലുമ്പം ആ കുട്ടീനെ സ്കൂളിൽ സ്വീകരിക്കാൻ ആരുമില്ലെങ്കിൽ അവന്റെ അവസ്ഥ പിന്നെ എന്താ? അപ്പൊ ഈ ഉണ്ടാകുന്ന വലിയൊരു സ്പേസ്, ഒരു സ്നേഹത്തിന്റെ സംരക്ഷണത്തിന്റെ അവന് കിട്ടേണ്ടതായിട്ടുള്ള ഒരു സ്പേസ് അവനിങ്ങനെ വെറുതെ കിടക്കുകയാണെങ്കിൽ അതിലേക്ക് മറ്റു പലരും കടന്നു വരും. അതൊരു പക്ഷേ ആൺകൂട്ടുകാരിയായിട്ടും പെൺകൂട്ടുകാരിയായിട്ടും അല്ലെങ്കിൽ പിന്നെ എന്താണ് മറ്റു പലതുമായിട്ടും, ഇതുപോലെ ഡ്രഗ്സ് ആയിട്ടും മറ്റ് വയലൻസും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഗെയിംസ്, മൊബൈൽ ഗെയിംസ്, ഇതെല്ലാം ഏതെങ്കിലുമൊക്കെ ആയിരിക്കാം ഓരോ കുട്ടികളെയും അഡിക്റ്റ് ആക്കുന്നത്. അതുകൊണ്ട് അധ്യാപകർക്കും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. പിന്നെ ഞാൻ എപ്പോഴും ഈ അടുത്ത കാലത്തെ സംഭവത്തിൽ ഞാൻ വിചാരിക്കാറുണ്ട്, നമ്മൾ ഈ കുറെയൊക്കെ ഈ സംഘടനാ പ്രവർത്തനങ്ങളും രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ഒക്കെ അധ്യാപകരുടെ ഇടയ്ക്ക് നിന്ന് മാറ്റണമെന്നേ. അധ്യാപകരാണ്, ഒരു തലമുറയെ വാർത്തെടുക്കേണ്ടവരവര്. അതൊക്കെ കണ്ട് ഇത് കഴിഞ്ഞ ദിവസം ഏതോ ഒരു ചാനലിന്റെ ചർച്ചയിലാണ് ഞാൻ കണ്ടത്. ഇത് കണക്കാക്കിക്കൊണ്ട് തന്നെ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണ് അവന്റെ കുടുംബം, എന്നാ പിന്നെ ശരി എന്ന രീതിയിൽ വരെ കാര്യങ്ങൾ പോയിരിക്കുകയാണ്. പിന്നെ അധ്യാപകർക്ക് എവിടെയാ സമയം? കുട്ടികളെ ഒന്ന് വ്യക്തിപരമായിട്ടാണ് അവർക്ക് സമയമുണ്ട്. അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. 1, 2, 3 എത്ര മേളകളാണ് ഒരു അക്കാഡമിക് ഇയറിൽ നടക്കുന്ന. സിലബസിലൊക്കെ കാര്യമായി ചേഞ്ച് വരുത്തണം. ജീവിത നൈപുണ്യ പ്രവർത്തികളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ആ സ്കിൽ ഡെവലപ്മെന്റ് നടത്തി ലൈഫ് സ്കില്ലിന്റെ ആ ഒരു പ്രത്യേക സാഹചര്യങ്ങളെ നമ്മൾ സ്കൂളുകളിൽ കൊടുത്ത് പ്രോബ്ലം സോൾവിങ്, അവന്റെ എനർജിയെ നമ്മൾ ചാനലൈസ് ചെയ്യണം. അതിനുള്ള തരത്തിലുള്ള സിലബസ് ചേഞ്ച് അനിവാര്യമാണ് ഇതിനൊക്കെ. അപ്പോൾ അധ്യാപകർക്ക് ചില സ്കൂളുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ചില ക്ലാസ്സുകൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓരോ അധ്യാപകർക്കും 20 അല്ലെ 25 അല്ലെ 30 കുട്ടികളെ വെച്ച് വീതിച്ചു കൊടുക്കുന്ന ചില സമ്പ്രദായമുണ്ട്. എന്ന് പറഞ്ഞാൽ ആ 30 പേരെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നേരിട്ട് കാണുക, അവന്റെ വീട്ടിലൊന്ന് പോവുക എന്ന് പറഞ്ഞാൽ ആ കുട്ടി ആ സ്കൂളിൽ ചേർന്ന് അവൻ പുറത്തു പോകുമ്പം നല്ലൊരു കുഞ്ഞായിട്ട് പുറത്തു പോകുന്നതായിട്ട്
അത് ഉറപ്പുവരുത്തേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്തം അധ്യാപകന്. അപ്പൊ അത്തരത്തിലുള്ള ചില മോഡലുകൾ നമുക്കും അനുവർത്തിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പൊ അധ്യാപകർക്ക് സമയം കൊടുക്കണം കുഞ്ഞുങ്ങളെ അറിയാനും. ഇപ്പൊ ശനിയാഴ്ചകൾ തന്നെ വർക്കിംഗ് വേണ്ടാന്ന് വെക്കുന്നു അല്ലെ. അപ്പൊ ആ ശനിയാഴ്ച ദിവസങ്ങളിലായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ഒരു അധ്യാപകൻ ശരിക്കും ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞും വഷളായി പോകുന്നു ഞാൻ വിചാരിക്കുന്നില്ല. ആധുനിക ലോകം എന്തും ആയിക്കൊള്ളട്ടെ, അവന് തെറ്റുകൾ പറ്റാം, പക്ഷെ ആ തെറ്റ് തിരുത്തി ഒരു പോസിറ്റീവ് ഡിസിപ്ലിന്റെ എന്നോർത്ത് വടിയെടുത്ത് അടിക്കുക എന്നുള്ളതിനോട് ഞാൻ പ്രത്യേകമായിട്ടും ഒരിക്കലും എനിക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം 2000 ആണ്ടിൽ തന്നെ സുപ്രീം കോടതി അത് വിലക്കിയിട്ടുള്ളതാണ്. പല നിയമങ്ങളിലും കോർപ്പറൽ പണിഷ്മെന്റ് പാടില്ല. ഇപ്പൊ എല്ലാവരും പറയും വടി ചൂരിലെ അധ്യാപകർക്ക് കൊടുക്ക് ഡിസിപ്ലിൻ തിരിച്ചു വരുന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും വടി കൊടുത്തുകൊണ്ടൊന്നും ഡിസിപ്ലിൻ വരില്ല. ഫസ്റ്റ് ഇറ്റ് മസ്റ്റ് സ്റ്റാർട്ട് ഫ്രം ദ ഫാമിലി, ദെൻ ടു ദ സ്കൂൾ. അപ്പൊ സ്കൂൾ അവർക്ക് ഒരു സെക്കൻഡ് ഹോം ആണെന്നാണ് പറയുന്നത്. സോ ദ മദർ ക്യാൻ പ്ലേ എ വെരി ഇമ്പോർട്ടന്റ് റോൾ ഇൻ ബ്രിങ്ങിങ് അപ്പ് ദ ചിൽഡ്രൻ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളും കൂടിയാണ്. തന്നെയല്ല ഒത്തിരി അനുഭവങ്ങൾ നമുക്ക് കാണാം. ഇപ്പൊ എന്നോട് ചോദിച്ചല്ലോ ഇപ്പോഴത്തെ സമൂഹത്തിൽ ഇങ്ങനെയാണല്ലോ ഞാൻ ചോദിക്കട്ടെ, ഈ രാപകല് ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, നഴ്സുമാരായിക്കോട്ടെ, ഇനി ചിലപ്പം പിതാവല്ലേ മാതാവ് വിദേശത്തായിക്കൊള്ളട്ടെ, അങ്ങനെയുള്ളവരുടെയും നല്ല ഉത്തരവാദിത്തമുള്ള എത്ര നല്ല കുഞ്ഞുങ്ങളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത് നമുക്കൊരു കാരണമാണോ? ദൂരത്തിരുന്നു കൊണ്ടും കുഞ്ഞിനെ അറിയുന്ന എത്ര പിതാക്കന്മാരുണ്ട്. അമ്മ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാലും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ അറിയുകയും അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും അന്ന് തുറന്നു പറയാവുന്ന ഒരു സുഹൃത്തായിട്ട് അച്ഛൻ അല്ലെങ്കിൽ അമ്മ മാറിക്കഴിഞ്ഞാല് ഈ വക പ്രശ്നങ്ങളൊന്നും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവില്ലെന്ന്. അപ്പൊ അവിടെയാണ് നമ്മൾ ഇനി വളം വെച്ചു കൊടുക്കേണ്ടത്. അവർക്കാണ് ഒരു ഗുഡ് പാരന്റിങ്, അതിന്റെ കാര്യങ്ങൾ അതിന്റെ ഡെവലപ്മെന്റ് നമ്മൾ പാരന്റ്സിന് കൊടുക്കണം. അല്ലാതെ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നും പറഞ്ഞ് കണ്ണും വിളിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ, കണ്ണടച്ചിരുന്നാല് ഇതിനൊന്നും ഒരു ഫലവും ഉണ്ടാകില്ല. So parents cannot avoid their responsibilities. ശരി.